ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു വെള്ളരിക്ക പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പച്ചടിയുടെ റെസിപ്പിയാണ്. ഇത് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു വെള്ളരിക്കയുടെ പകുതിയാണ് എടുത്തത്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനിത് കുക്കറിലിട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇത് കുക്കർ ഉപയോഗിച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് പാത്രം ഉപയോഗിച്ചിട്ടും കുക്ക് ചെയ്തെടുക്കാം. ഞാൻ കട്ട് ചെയ്ത് വെച്ച വെള്ളരിക്ക മുഴുവനായിട്ടും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്ന് കുക്ക് ചെയ്ത് വരാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒരുപാട് ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങയൊന്ന് അരച്ചെടുക്കണം. ഇതിനു വേണ്ടി ഞാൻ അരക്കപ്പ് തേങ്ങയാണ് എടുത്തത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇത് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കണം. ഞാനിവിടെ തേങ്ങ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ വെള്ളരിക്കയൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. വെള്ളരിക്ക കുക്കറിൽ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒറ്റ വിസിൽ മതിയാവും ഇത് കുക്കായി വരാൻ. ഇത് കുക്കറിലിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. വെള്ളരിക്ക പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. പിന്നെ ഞാൻ ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. പിന്നെ തേങ്ങ അരച്ച മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല. നമുക്കിതിലേക്ക് തൈരും ചേർക്കേണ്ടതാണ്. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ഇവിടെ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണം. പിന്നെ ഈ തൈര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും. ഇത് കാണുമ്പോൾ വെള്ളം പോലെ ഉണ്ടെങ്കിലും ഇതിൻ്റെ ചൂടൊന്ന് മാറുമ്പോൾ ഒന്ന് തിക്കായി വരും. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇവിടെ ഇത് നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ പച്ചടിയിലേക്ക് കടുക് താളിച്ച് ചേർക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുകൊന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കണം. ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചൂടോടെ ആയതുകൊണ്ടാണ് ഇത്ര ലൂസായിട്ടുള്ളത്. ചൂടൊന്ന് മാറുമ്പോഴേക്കും കറക്റ്റ് തിക്നെസ്സിൽ കിട്ടും. വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.